ഭാരതീയ യോഗശാസ്ത്രത്തിൻ്റെ പിതാവ് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷി ധാരാളം യോഗവിദ്യകളും ധ്യാനമുറകളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂലാധാരത്തിൽ 3.5 ചുറ്റായി ത്രികോണാകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഷഡാധാരങ്ങൾ വഴി സഹസ്രാര പത്മത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവാക്കന്മാർക്കും നമ്മുടെ സ്ത്രീജനങ്ങൾക്കും ഒക്കെ പ്രയോജനപരമായ നിലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ ധ്യാനമുറയാണ് ബ്രെയിൻ സ്പാർക്ക് മെഡിറ്റേഷൻ. ഇത് പ്രധാനമായിട്ടും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഓർമ്മശക്തിയെയും അതുപോലെ പഠന നിലവാരത്തെയും വായനാശീലത്തെയും ഉയർത്തുവാനും അലസത ഇല്ലാതാക്കാനും പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാനമായിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ ഇരു കൈകളും മേലോട്ടും താഴോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുക. അതിനുശേഷം ഇടതുകാലും വലതുകാലും നമ്മൾ താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് മുതൽ പെരുവിരലിൻ്റെ നഖം വരെയും പെരുവിരലിൻ്റെ നഖം മുതൽ തലച്ചോറ് വരെയും നമ്മളുടെ ഷഡാധാരങ്ങൾ വഴി രശ്മികൾ പ്രകാശരശ്മികൾ പോകുന്നതായിട്ട് താഴോട്ടും മേലോട്ടും പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതിനുശേഷം നമ്മുടെ ശരീരവും മനസ്സും റിലാക്സായി കഴിയുമ്പോൾ ശാന്തമായി നമ്മൾ ഇരിക്കുക. പ്രകൃതിയുടെ അങ്ങേ തലയ്ക്കൽ വളരെ മനോഹരമായ ഒരു എറ്റേണൽ പവർ നീലപ്രകാശം ചൊരിയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ആ നീലപ്രകാശം മെല്ലെ ഇരു പുരികക്കൊടികൾക്കും മധ്യത്തിലായിട്ട് നാസികാഗ്രത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ പ്രകാശ ഗോപുരം നമ്മുടെ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നതായിട്ടും അലസതയെല്ലാം നീങ്ങുന്നതായിട്ടും നമ്മൾ സങ്കല്പിക്കുക. അതിനുശേഷം ആ നീലപ്രകാശം കണ്ഠത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കണ്ഠത്തിലെ കഫശല്യങ്ങളും മറ്റ് ബ്ലോക്കുകളും നീങ്ങുന്നതായിട്ടും കണ്ഠശുദ്ധി ഉണ്ടാകുന്നതായിട്ടും മധുരമായ നാദം പുറപ്പെടുവിക്കുന്നതായിട്ടും നമ്മൾ സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ ഹൃദയാന്തർഭാഗത്ത് നാം നീലപ്രകാശത്തെ സങ്കല്പിക്കുക. അത് ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ടും ഹൃദയത്തിലെ ബ്ലോക്കുകളും പ്രയാസങ്ങളും ലങ്സിലെ ബ്ലോക്കുകളും മാറുന്നതായിട്ടും സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ ആ നീലപ്രകാശത്തെ കൊണ്ടുവരിക. ആ നീലപ്രകാശം നമ്മളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ടും നമ്മളുടെ ഉദരത്തിലും മറ്റുമുള്ള ബ്ലോക്കുകളും പ്രയാസങ്ങളും നീളുന്നതായിട്ടും നമ്മൾ സങ്കല്പിക്കുക. അതിനുശേഷം മണിപൂരകം ഇടുക്കിലേക്ക് ആ നീലപ്രകാശത്തെ കടത്തിവിടുക. അവിടെ നിന്ന് നമ്മളുടെ മൂത്രാശയ രോഗങ്ങളോ മൂത്രശങ്കകളോ അതുപോലുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ടും നമ്മുടെ യൂറിനറി ബ്ലാഡർ, നമ്മളുടെ ലൈംഗിക അവയവങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം മൂലാധാരത്തിലേക്ക് ആ നീലപ്രകാശത്തെ നമ്മൾ കടത്തിവിടുക. നമ്മളുടെ കാലുകളിലേക്കും നമ്മളുടെ പെരുവിരലിൻ്റെ നഖം വരെയും ആ നീലപ്രകാശം ശുദ്ധീകരിക്കുന്നതായിട്ടും കാലിൻ്റെയും വേദനകളെല്ലാം മാറുന്നതായും സങ്കല്പിക്കുക. തിരിച്ചു മുകളിലേക്ക് മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധി, സഹസ്രാരം എന്നീ ക്രമത്തിൽ മുകളിലേക്ക് ആധാരങ്ങൾ വഴി അങ്ങോട്ടും തിരിച്ച് സഹസ്രാരത്തിൽ നിന്നും മൂലാധാരത്തിലേക്കും ആ നീലരശ്മി കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാണ്, ഹൃദയം ശുദ്ധമാണ്, നമ്മളുടെ സ്വാധിഷ്ഠാനം ശുദ്ധമാണ്, മണിപൂരകം ശുദ്ധമാണ്. അങ്ങനെ വീണ്ടും ആ പ്രകാശ ഗോപുരത്തെ ഇരുപൊരികൾക്കൊടികൾക്ക് മധ്യത്തിലായിട്ട് കൊണ്ടുവന്ന് അതിനെ സഹസ്രാരത്തിൽ കേന്ദ്രീകരിക്കുക. ഭഗവാനെ, നീ ഈ തന്നിരിക്കുന്ന പ്രകാശം എൻ്റെ എല്ലാ അലസതകളെയും തിന്മകളെയും മാറ്റട്ടെ, പ്രകാശമാനമായി തീരട്ടെ, ഐശ്വര്യപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിദ്യകളുടെയും കേദാരമായ ജഗദീശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മളുടെ ധ്യാനം നിർത്തുക.